إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم الأخلاء يومئذ بعضهم لبعض عدو إلا المتقين أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർ നമ്മളൊക്കെ തന്നെ പൊതുവെ വലിയ വില കൽപ്പിക്കുന്ന നമ്മുടെ ബന്ധങ്ങളിൽപ്പെട്ടതാണ് സൗഹൃദ ബന്ധം. ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലെ ഭാര്യയും മക്കളും കഴിഞ്ഞാൽ മാതാപിതാക്കളെക്കാൾ കൂടുതൽ സമയം ആളുകൾ ചെലവഴിക്കുക അവരുടെ സുഹൃത്തുക്കളുടെ കൂടെയായിരിക്കും. സൗഹൃദമെന്ന് പറയുമ്പോൾ പല നിലക്കും നമ്മളെ സ്വാധീനിക്കുന്ന നമ്മുടെ ഇഷ്ടവലയത്തിലും സൗഹൃദ വലയത്തിലും വരുന്ന ആളുകളുണ്ടാകും. അത് കച്ചവടവും ജോലിയും ദൈനംദിന നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിലും അയൽപ്പക്കത്തും സഹപാഠികളും ഒക്കെയായി അതാത് സമയത്ത് മനുഷ്യർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരോട് ആ തരം സൗഹൃദത്തിനാണ് മനുഷ്യർ പൊതുവെ നല്ല വില കൽപ്പിക്കാറുള്ളത്. കാരണം കൂടുതൽ സമയം ജീവിതത്തിൽ ചെലവഴിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും എന്നതുകൊണ്ടുകൂടെയാണ്. അത് ചില സമയങ്ങളിലൊക്കെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ സമയം അത്തരം സൗഹൃദങ്ങളിലാണ് ഒരു സായാഹ്നത്തിൻ്റെ അല്ലെങ്കിൽ ഒരു യൗവനത്തിൻ്റെ കാലത്തെത്തിയാൽ മനുഷ്യർ ചെലവഴിക്കാറുള്ളത്. അതിന് വളരെ ഗൗരവത്തോടു കൂടെയാണ് ഇസ്ലാം സമീപിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി അല്ലെങ്കിൽ അർ റജുലു അലാ ദീനി ഖലീലിഹി. നിങ്ങളുടെ സൗഹൃദം നിങ്ങൾ ആരുമായി വെച്ച് പുലർത്തുന്നു എന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ മതം ഉണ്ടാവുക എന്ന് പഠിപ്പിക്കുകയുണ്ടായി. ഒരു വ്യക്തി അവൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലായിരിക്കും എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് അവരുടെ മതത്തിലായിരിക്കുമെന്ന് പറയാനുള്ള കാര്യം അത്രമേൽ അവനെ സ്വാധീനിക്കും. അവൻ്റെ വിശ്വാസത്തെയും ആചാരത്തെയും ഒന്നും കടമെടുത്ത് അങ്ങനെ തന്നെ ചെയ്തു കൊള്ളണമെന്നില്ലെങ്കിലും അവനിലുള്ള സംസ്കാരവും അവൻ്റെ ബോധവും ഒക്കെ സുഹൃത്തിനെ സ്വാഭാവികമായും സ്വാധീനിക്കും. ആ സ്വാധീനം ഉണ്ടാകുന്നു എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യം എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരുടെ വിശദീകരണം അതിലുള്ളത് വളരെ യാഥാർത്ഥ്യത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടെയാണ്. അവർ പറഞ്ഞു, ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു വ്യക്തി സ്വാഭാവികമായും ഒരാളെ അവൻ്റെ സുഹൃത്തായി തിരഞ്ഞെടുക്കണമെങ്കിൽ അയാളുടെ പല കാര്യങ്ങളിൽ തൃപ്തിപ്പെട്ടതുകൊണ്ടും ഇഷ്ടപ്പെട്ടതുകൊണ്ടും ആയിരിക്കുമല്ലോ സുഹൃത്തായി തിരഞ്ഞെടുക്കുക. അത് ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ടാകും. ആ ഘടകങ്ങൾ എന്ത് തന്നെയായാലും തൃപ്തിയും ഇഷ്ടവും ഉണ്ടാകുന്നത് കൊണ്ടാണ് സൗഹൃദ വലയത്തിലേക്ക് ചേർത്തുന്നത്. അങ്ങനെ സൗഹൃദ വലയത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ
നമുക്കൊരാളോട് ഇഷ്ടവും താല്പര്യവും തോന്നിയാൽ പിന്നെ അയാളുടെ നെഗറ്റീവുകളും മൈനസുകളും നമ്മളിൽ തോന്നാതിരിക്കുകയും അയാളുടെ പോസിറ്റീവുകളോട് മാത്രം നമ്മളെ കണ്ണും നമ്മുടെ മനസ്സുമൊക്കെ അടുക്കുകയും ചെയ്യുക എന്നത് പ്രാപഞ്ചികമായ പ്രകൃതമാണ്. ആ പ്രകൃതം അനുസരിച്ച് സൗഹൃദ വലയത്തിലേക്ക് ഇഷ്ടത്തോടെ തൃപ്തിയോടുകൂടെ നമ്മൾ ഒരാളെ കയറ്റി നിർത്തിയാൽ, അയാളെ അടുപ്പിച്ച് നിർത്തിയാൽ പിന്നെ അയാളിലുള്ള ആദർശ പ്രശ്നങ്ങളോ സ്വഭാവ വൈകല്യങ്ങളോ ഒന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്ത വിധം നമ്മൾ സ്വാധീനിക്കപ്പെടും. ആ സ്വാധീനം നമ്മളറിയാതെ തന്നെ നമ്മുടെ പല വിധത്തിലുള്ള ജീവിത വഴികളിലേക്ക് കയറിക്കൂടുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടും നോക്കൂ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ച് ആ ഹദീസിൻ്റെ ചുവടെയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചിട്ടുണ്ടോ എന്നതുകൂടെ പരിശോധിക്കപ്പെടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയൻളുർ, അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യം, മൻ യുഖാലിൽഹു, അവൻ ആരുടെ കൂടെ സൗഹൃദം സ്ഥാപിക്കുന്നു എന്നതിനെക്കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ, അതവൻ പരിശോധിക്കട്ടെ എന്നുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പൊതുവെ നമ്മൾ ഇത്തരം മാനദണ്ഡങ്ങൾ എടുത്തുകൊണ്ടല്ല നമ്മുടെ സൗഹൃദം സ്വീകരിക്കാറുള്ളത്. അത് വലിയ മേന്മയിൽ പലരും പറയുന്നതും കാണാം. നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. അങ്ങനത്തെ അവൻ്റെ വ്യക്തിപരമായ വിശ്വാസം, ആദർശം, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, ഞങ്ങൾ അതൊക്കെ മറന്ന് വലിയ സൗഹൃദത്തിലാണ്. അത് കാപട്യമാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് നിലനിർത്തി പോവുക കഴിയില്ല. ഞാൻ പറയുന്നത് പരിചയത്തെക്കുറിച്ചോ സാമാന്യ മനുഷ്യർ തമ്മിൽ ഇടപെടുന്ന ഇടപെടലിലെ മര്യാദയെക്കുറിച്ചൊന്നുമല്ല. അത് ഏതൊരു മനുഷ്യനോടും, മതമുള്ളവനോടും ഇല്ലാത്തവനോടും സഹജീവികളോടും അതോടൊപ്പം മിണ്ടാശേഷി ഇല്ലാത്ത മൃഗങ്ങളോടും മനുഷ്യൻ വളരെ നല്ല സഹവർത്തിത്വം കാണിക്കണമെന്നത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ചുറ്റുപാട് ജീവിക്കുന്നവരോടൊക്കെ ഏറ്റവും മാന്യമായി പെരുമാറണമെന്നതിൽ സംശയമില്ല. പക്ഷെ ആരെ സുഹൃത്തായി സ്വീകരിക്കണം, ഞാൻ എൻ്റെ സമയം ആരുടെ കൂടെ ചെലവഴിക്കണം, എൻ്റെ അഭിപ്രായങ്ങളിലും എൻ്റെ ജീവിത ശൈലികളിലും സ്വാധീനിക്കാവുന്ന ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് എനിക്ക് മാനദണ്ഡങ്ങൾ ഉണ്ടാകണം. അത് ദീന് പഠിപ്പിച്ച അടിസ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. എന്നാൽ അതിന് വേണ്ടത്ര തന്നെ രൂപത്തിൽ പ്രാധാന്യം കൊടുക്കാത്ത ആളുകൾ, അവർക്ക് നഷ്ടപ്പെടുക ഒരിക്കലും ദുനിയാവ് മാത്രമായിരിക്കില്ല. ദുനിയാവ് നഷ്ടപ്പെടുന്ന അത്തരം സൗഹൃദങ്ങളെക്കുറിച്ച് നമ്മൾ വലിയ വേവലാതിയോടുകൂടെ നമ്മുടെ മക്കൾ ഉണർത്താറുണ്ട്, നമ്മൾ തന്നെയും ആലോചിക്കാറുണ്ട്. ഒരാളുടെ സൗഹൃദത്തിലായി എന്ന കാരണത്താൽ 100-50 രൂപ നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് വലിയ ഒരു തിരിച്ചടിയായിരിക്കും. അത്തരം ആളുകളുമായുള്ള സൗഹൃദത്തെ പിന്നീട് നമ്മൾ ജാഗ്രതയോടുകൂടെ കാണും. നമ്മൾ ദുനിയാവിൽ നിന്ന് പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്ത് എന്തെങ്കിലും ഒരു ഭൗതിക നഷ്ടം ഒരു ബന്ധത്തിൽ ഉണ്ടായാൽ പിന്നീട് ആ ബന്ധത്തെ വളരെ ജാഗ്രതയോടുകൂടെ മാത്രമേ നമ്മൾ കാണൂ. എന്നാൽ നമ്മുടെ ആദർശത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്ന അത്തരം സൗഹൃദങ്ങൾ, ഇത്തരം ആളുകളുടെ സൗഹൃദ വലയത്തിൽ ഉണ്ടായതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പരലോകത്തെ നഷ്ടങ്ങളെക്കുറിച്ച് മനുഷ്യർ ആലോചിക്കാറില്ല പൊതുവെ. എന്നാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി ആലോചിക്കണമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പ അബൂ ത്വാലിബിൻ്റെ മരണവേളയിൽ പ്രവാചകന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് ആഗ്രഹം? വല്യപ്പ ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കണമെന്നാണ് ആഗ്രഹം. കാരണം അബൂ ത്വാലിബ് ഒരു പക്ഷേ ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മളും എത്ര കാലം മുസ്ലിമായി ജീവിച്ചോ അത്രയും കാലം നമ്മൾ ഇസ്ലാമിന് വേണ്ടി ചെയ്തതിനേക്കാൾ സമൂലമായ സേവനം ഇസ്ലാമിന് വേണ്ടി നൽകിയ വ്യക്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പ. അദ്ദേഹത്തിന് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തതിൻ്റെ കുറവില്ല. പ്രവാചകൻ അവതരിപ്പിക്കുന്ന ആദർശം അത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് ദൃഢബോധത്തിന് അദ്ദേഹത്തിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ അദ്ദേഹത്തിൻ്റെ അരികെ നിന്ന് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, വല്യുപ്പയെ വിളിച്ചുകൊണ്ട്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തൻ അഷ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അരികിൽ അങ്ങേക്ക് വേണ്ടി എനിക്ക് വക്കാലത്ത് പറയാൻ, സാക്ഷ്യം പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഈ സമയത്ത് നിങ്ങൾ ഉച്ചരിച്ചാൽ എനിക്ക് റബ്ബിനോട്, എനിക്ക് നിങ്ങൾ ഈ ദീനിനു വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകന് വേണ്ടി നിങ്ങൾ ചെയ്തു തന്ന സേവനങ്ങൾക്ക് ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ വക്കാലത്ത് പറയാം. അതുകൊണ്ട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വളരെ സങ്കടത്തോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞപ്പെട്ട വേളയിൽ ഉൾക്കൊണ്ടിട്ടുള്ള അഥവാ മനസ്സിലായിട്ടുള്ള ദൃഢബോധമുള്ള ഒരു വിശ്വാസം പ്രഖ്യാപിക്കാൻ അബൂ ത്വാലിബിന് തടസ്സമായ ഏക കാര്യം, അദ്ദേഹത്തിൻ്റെ തൊട്ടരികിൽ അബൂജഹൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അബൂജഹൽ ചോദിച്ചു, അത്തർഗബ് അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോവുകയാണോ? അല്ല, അത്തർഗബ് അൻ മില്ലത്തിൽ അജ്ദാദ്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ ആദർശത്തെ വേണ്ട എന്ന് വെക്കുകയാണോ? അത് വലിയ നാശം ഉണ്ടാക്കും, അല്ലെങ്കിൽ വ്യക്തിപരമായി വലിയ ഡാമേജ് ഉണ്ടാക്കും, നിങ്ങൾക്കത് മരണശേഷവും വലിയ ദുഷ്പേരുണ്ടാക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിൽ ഉണ്ടായിരുന്ന അബൂജഹൽ തൊട്ടടുത്ത് നിന്ന് പിറുപിറുത്തുകൊണ്ടിരുന്നു.
ആ സൗഹൃദമാണ് അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിക്കാതിരിക്കാനുള്ള ഒരു തൗഫീഖിൻ്റെ നഷ്ടത്തിൻ്റെ കാരണമായി വന്നു ഭവിച്ചത്. ഇത് നമുക്കറിയാവുന്ന ചരിത്രമാണ്. ഇത് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. നോക്കൂ, ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ സ്വർഗം നഷ്ടപ്പെടാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ സൗഹൃദമാണ്. ഇങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ലുഹും ലിബഅ്ലിൻ അദുവുൻ ഇല്ലൽ മുത്തഖീൻ. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അഥവാ ഖുർആൻ അവിടെ ഉപയോഗിക്കുന്ന പ്രയോഗം ഖുല്ലത്തിൻ്റെ പ്രയോഗമാണ്, ഖലീൽ എന്നാണ്. അഥവാ ആത്മസുഹൃത്തുക്കൾ, എല്ലാ സമയവും ഒന്നിച്ച് ഒരുപോലെ പങ്കിട്ട് സൗഹൃദത്തിൻ്റെ ഏറ്റവും ആഴത്തിൽ ചെലവഴിച്ചവരാണ് ഖലീലുമാർ. സൗഹൃദത്തെ കുറിക്കുന്ന ഒരുപാട് പദങ്ങൾ അറബി ഭാഷയിലുണ്ട്. സ്വദീഖ്, ജമീല് തുടങ്ങിയ ഒരുപാട് പദങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ ഖലീൽ എന്ന പ്രയോഗം വ്യത്യസ്തമാകുന്നത് അത് ആത്മാർത്ഥമായ അല്ലെങ്കിൽ ദൃഢമായ ആത്മസൗഹൃദമാണ് ഖലീൽ. അതുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബിയൊക്കെ അള്ളാഹു ഖലീൽ എന്ന് തിരഞ്ഞെടുത്തത് അത് അലാ അൻവാഇൽ മഹബ്ബയാണ്, സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയാണെന്നാണ്. അങ്ങനെ കൂട്ടത്തിൽ നടന്ന് വളരെ സൗഹൃദം പുലർത്തി എല്ലാം പങ്കിട്ട് എല്ലാ വേദനകളും സന്തോഷങ്ങളും ഒക്കെ പങ്കിട്ട് നടന്ന മനുഷ്യരാണ്. പക്ഷെ അവരെക്കുറിച്ച് ഖുർആൻ പറയാണ്, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ലുഹും ലിബഅ്ലിൻ അദുവുൻ. അവർ പരലോകത്തെത്തിയാൽ പരസ്പരം ശത്രുക്കളായിരിക്കും. ഇവിടെ കൊണ്ടും കൊടുത്തും ഒന്നിച്ച് യാത്ര ചെയ്തും ഒന്നിച്ച് സംസാരിച്ചും എല്ലാം പങ്കിട്ടും എന്തും സാക്രിഫൈസ് ചെയ്യാൻ പാകത്തിൽ അവരൊന്നിച്ച് നടന്നവരാണ്. പക്ഷെ പരലോകത്തെത്തുമ്പോൾ അവർ പരസ്പര ശത്രുക്കളായിരിക്കും. ആ ശത്രുതയുടെ കാരണം എന്താണ്? അവർ അള്ളാഹുവിൻ്റെ മുന്നിൽ നടത്തുന്ന വിലാപത്തെക്കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട്. യാ ലൈതനി ലമത്തഖിദ് ഫുലാനൻ ഖലീല. ഇന്നയാളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ നിസ്കാരം നഷ്ടപ്പെടുമായിരുന്നില്ല. എന്നെ ഇത്തരം ബിദ്അത്തുകളിലേക്ക്, ഖുറാഫാത്തുകളിലേക്ക് പ്രവാചകന് വളരെയേറെ ദേഷ്യമുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരലോകത്ത് അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുള്ള കൗസർ എന്ന് പറയുന്ന ഹൗദിൽ നിന്ന് ദൂരെ പോയെന്ന് ആക്ഷേപിച്ചു പറയുന്ന, അടുപ്പിക്കില്ല എന്ന് പറയുന്ന വിധത്തിലുള്ള ബിദ്അത്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് സാക്രിഫൈസ് ചെയ്ത് കൂടെ കൂടിയത് ഇന്ന സൗഹൃദത്തിലുള്ള ആൾ വിളിച്ചു, പിന്നെ എനിക്കത് റിജക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നതുകൊണ്ടാണ്. നോക്കൂ, ഈ ചുറ്റുപാട് നോക്കിയാൽ അധാർമിക പ്രവർത്തനങ്ങളിൽ മുഴുകി നിൽക്കുന്ന ഭൂരിഭാഗം ആളുകളും അവിടേക്ക് എത്തപ്പെട്ടതും അവിടെ തന്നെ തളച്ചിടപ്പെടുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാര്യം സൗഹൃദമാണ്. പുകവലിക്കാത്തവർ പുകവലിച്ച് തുടങ്ങുന്നത് സൗഹൃദത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ്. അതുപോലെ തന്നെ എത്ര മുട്ടിയാലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിൽ ഇനി ഇവിടെ നിന്ന് മരിക്കേണ്ടി വന്നാലും അള്ളാഹു ഹറാമാക്കിയ പലിശയിലൂടെ ഞാൻ എൻ്റെ സമ്പത്ത് കണ്ടെത്തില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഉൾക്കൊള്ളുന്ന വിശ്വാസിക്കും അവനെ മനസ്സ് സ്വാധീനിച്ച് അല്ല അതൊക്കെ കുഴപ്പമില്ലാത്തതാണ് എന്ന് നിസാരവൽക്കരിച്ച് അവനെ തള്ളിയിടുന്നതിൽ ഒരു സൗഹൃദത്തിന് പങ്കുണ്ടാകും. ഇങ്ങനെ മനുഷ്യർ ഇന്ന് നമ്മൾ ചുറ്റോടും കാണുന്നതിൽ ആളുകൾ അള്ളാഹുവിൻ്റെ വഴിക്ക് വരാതിരിക്കുന്നതിൻ്റെ, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നതിൻ്റെ, വൃത്തികേടുകൾ കാണുന്നതിൻ്റെ, ഏശലി പറയുന്നതിൻ്റെ, പരദൂഷണം പറയുന്നതിൻ്റെ, 1-2 മണിക്കൂർ വ്യഭിചാരമടക്കമുള്ള കാര്യങ്ങളെ കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നതിന് പണവും സമ്പത്തും സമയവും ചെലവഴിച്ച് പോകുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം യാത്രകളുടെയും ആഘോഷങ്ങളുടെയും ഒക്കെ പിന്നിൽ ഈ സൗഹൃദത്തിൻ്റെ വലയാണ്. ഇപ്പോൾ അത് ആസ്വദിക്കണം. ആ ആസ്വാദനത്തിൻ്റെ മറവിൽ ഇപ്പോൾ എല്ലാം പങ്കുകൊടുത്തും പങ്കുവെച്ചും കൊണ്ടും കൊടുത്തും ഒക്കെ അത് ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് നഷ്ടമുണ്ട്. ആ നഷ്ടം എന്താണ്? അത് പരലോകത്തെത്തുമ്പോൾ അവർ പരസ്പരം നടത്തുന്ന ആക്ഷേപ സ്വരമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ അള്ളാഹുവിൻ്റെ വഴി സ്വീകരിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മാർഗത്തിലേക്ക് ഞാൻ കടന്നുകൂടിയിരുന്നുവെങ്കിൽ, അതുപോലെ ഈ ആളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായ ഉപമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്താ? ഒരു അത്തർ കച്ചവടക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ആലയിൽ പണിയെടുക്കുന്ന കൊല്ലൻ്റെ ഉപമയാണ് സൗഹൃദത്തിൻ്റെ ഉപമ. ഇനി നമ്മളൊന്നും ചെയ്യുന്നില്ല. ചിലർ അങ്ങനെയാണ് പറയാ, ഞാൻ അവരുടെ കൂടെയൊക്കെ സൗഹൃദത്തിലുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഒരു ഇബാദത്തുകൾ നഷ്ടപ്പെടുത്താറില്ല, എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഭംഗം വരുത്താറില്ല എന്ന് വാദിക്കുന്നവർ തന്നെയും അവിടെ വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടാവുക എന്താണ്? അത്തരം ആളുകളെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ ആ സമയം നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രതികൂലമായി വരുമെന്നതാണ്. അവരെ കൂടെ ചെലവഴിക്കുന്ന ആ സമയം, കാരണം നമ്മൾ കൂടിയിരിക്കുമ്പോൾ അവർ പറയുന്നത് വൃത്തികേടായിരിക്കും. അവർ പരസ്പരം നടത്തുന്ന ഷെയറിങ്ങുകൾ നമ്മുടെ ഏത് ഭാഗത്തെ മലക്ക് രേഖപ്പെടുത്തുന്നതായിരിക്കും. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾ നമ്മൾ സുഹൃത്തുക്കളുടെ കൂടെ ആയാൽ അവർ ഏത് ഭാഗത്തെ മലക്കുകളാണ് ആ രംഗം രേഖപ്പെടുത്തി വെക്കുക. ആ രംഗം വലതുഭാഗത്തെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്ന രൂപത്തിലുള്ളതാണെങ്കിൽ നമുക്ക് സമാധാനിക്കാം, ആശ്വസിക്കാം, നമുക്ക് അതുമായി മുന്നോട്ട് പോകുന്നതിൽ വലിയ ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം നമുക്ക് ഇടതുഭാഗത്ത് രേഖപ്പെടുത്തി വെക്കുന്ന സംസാരങ്ങളും ഇടപെടലുകളും നടക്കുന്ന സൗഹൃദത്തിൻ്റെ കൂടെ നമ്മൾ പോയാൽ അത് ദുനിയാവും ആഖിറവും നമുക്ക് നഷ്ടപ്പെടുത്തും. പലപ്പോഴും ആളുകൾക്ക് വളരെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, അഥവാ ഒരു സ്വയമേ തന്നെ അവബോധ മനസ്സാണ്, അപകർഷതാബോധമാണ് തോന്നുക.
ഖുർആൻ പറയുന്നത് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ. നോക്കൂ, ഇന്ന് പിന്നെ ഒരു വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തിട്ടുണ്ടാവും നമ്മിൽ പലരും. ആ സൂറത്തിൽ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്ന കാര്യമാണ് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ. അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും പിന്നെ ദിക്റുകളിൽ, ദുആകളിൽ, അള്ളാഹുവിനോടുള്ള സ്മരണകളിൽ, ആലോചനകളിൽ മുന്നോട്ട് പോകുന്ന വിഭാഗത്തിൻ്റെ കൂടെ നിങ്ങൾ ചേരുക. അഥവാ സൗഹൃദത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ആദർശത്തിലും അതുപോലെ തന്നെ നമ്മുടെ ധാർമ്മിക പരിസരത്തിനും അനുഗുണമാകുന്ന സൗഹൃദം തിരഞ്ഞെടുക്കണമെന്നാണ് ആ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ ആയത്തിൻ്റെ പ്രയോഗം നോക്കൂ, നിങ്ങൾ അത്തരക്കാരുടെ കൂടെ ചേരണമെന്നല്ല. വസ്ബിർ നഫ്സക്, അതിൻ്റെ കൂടെ ക്ഷമിച്ച് നിങ്ങൾ കൂടണമെന്നാണ്. നന്മയുള്ള സൗഹൃദത്തിൻ്റെ കൂടെ കൂടുമ്പോൾ ക്ഷമ വളരെ പ്രധാനമായിരിക്കും. ആ ക്ഷമയുടെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും തന്നെ അടിസ്ഥാനപരമായി വേണ്ട ക്ഷമയാണ്. അത് മനുഷ്യൻ ആർജിച്ചെടുത്തില്ലെങ്കിൽ, വിശ്വാസി ആർജിച്ചെടുത്തില്ലെങ്കിൽ, നമ്മുടെ ദുന്യവിയായ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ പോയാൽ അത് നഷ്ടമായിരിക്കും. അതിന് വലിയ ആ സൗഹൃദത്തിനുള്ളൊരു ആസ്വാദനമുണ്ട് നമ്മൾ തിരിച്ചറിയുകയും കൂടെ വേണം, അല്ലേ? അപ്പം എന്താ, ആളുകൾ കൂടെ ഞാൻ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നവൻ്റെ കൂടെ സൗഹൃദം സ്ഥാപിച്ചാൽ ആൾ പറയും, ഓനിപ്പോൾ പിന്നെ മറ്റേ നിസ്കാര കമ്പനിയാണ്, അല്ലെങ്കിൽ ഓനിപ്പോൾ മുത്തക്കി കമ്പനിയാണ്. ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾക്ക് നമ്മൾ വില കൊടുക്കേണ്ടി വരും. മാത്രമല്ല, വേഗം പോയി പെട്ടെന്ന് നിസ്കരിച്ച് വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ആ സൗഹൃദത്തിൻ്റെ കൂടെ കൂടിയാൽ ജമാഅത്തിനൊപ്പം പിന്നെ സുന്നത്തൊക്കെ നിസ്കരിച്ച് പോരുന്നൊരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക. ആ സൗഹൃദത്തിൻ്റെ കൂടെ കൂടിയാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലുമൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനും കേൾക്കാനും പറ്റുന്ന ഒരു ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള സ്ഥിതിവിശേഷ സാഹചര്യം ഒരുങ്ങും. അതിനൊക്കെ ക്ഷമ വേണം. സമയം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാനൊക്കെ നമുക്ക് ക്ഷമ വേണം. ആ ക്ഷമയോടുകൂടെ ആളുകളുടെ പരിഹാസത്തിൻ്റെയും നന്മയിൽ ഉറച്ചു നിൽക്കണമെന്നുമുള്ള ആഗ്രഹത്തിൻ്റെ കൂടെ ക്ഷമ ചേർത്ത് വെച്ച് നിങ്ങൾ ആ സംഘത്തിൻ്റെ കൂടെ ചേരണമെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. വലാ തഗ്ദു ഐനക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ. അല്ല, ദുന്യവിയായ ആഗ്രഹങ്ങളുടെ പുറത്ത് നിങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചു പോകാൻ പാടില്ല. വലാ തുതിഅ മൻ അഗ്ഫൽനാ കൽബഹു, സ്വന്തം കൽബിനോട് തന്നെ അശ്രദ്ധാപൂർവം പെരുമാറുന്ന വിഭാഗത്തിൻ്റെ കൂടെ നിങ്ങൾ ചേർന്ന് നിങ്ങളുടെ നിർബന്ധ ബാധ്യതകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയല്ലേ, നിങ്ങൾ നിസ്കാരം നഷ്ടപ്പെടുത്തി കളയല്ലേ, നിങ്ങളുടെ സമ്പത്ത് അനാവശ്യമായ ഹറാമുകളിൽ ആ സമ്പത്ത് ചെലവഴിക്കപ്പെടുന്ന സൗഹൃദത്തിൽ ചെന്ന് ഇവിടെ നിന്നും നഷ്ടം പരലോകത്തും ആ കണക്കുകൾക്ക് എണ്ണിപ്പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി ആക്കരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് നടത്തുന്ന നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ സെലക്റ്റീവായിരിക്കണം. നമ്മളൊരു വർഷമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഗാഡ്ജറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ വാറണ്ടി, ഉപയോഗിച്ച ആളുകൾ പറയുന്ന പിന്നെ ആ റിവ്യൂ, ഇതൊക്കെ നോക്കിയാണ് 1, 2, 3 വർഷം കൂടെ കൊണ്ടെടുക്കാനുള്ള ഗാഡ്ജറ്റുകൾ നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. എന്ത് സാധനം ചൂസ് ചെയ്യുമ്പോഴും പണം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ മൂല്യം നമുക്ക് കിട്ടണമെന്ന വാശി നമുക്കുണ്ട്. എന്നാലോ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ചിന്താശേഷിയെ എല്ലാത്തിനെയും ഉഗ്രമായി സ്വാധീനിക്കാൻ ശേഷിയുള്ള സൗഹൃദം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മാർഗം, നമ്മുടെ ആലോചന വളരെ ചുരുങ്ങിപ്പോവും. അത് ആദ്യം കാണുന്നവർ, മിണ്ടാൻ ഏറ്റവും സുഖമുള്ളവർ, അങ്ങനെയുള്ള വളരെ ചുരുങ്ങിയ ചില മാനദണ്ഡങ്ങളിലേക്ക് നമ്മുടെ ആലോചനകൾ ചുരുക്കി നഷ്ടപ്പെടുന്ന ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായി മാറും. അങ്ങനെ ആകാൻ പാടില്ല. വളരെ ചൂസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഖുർആൻ നമ്മളോട് നടത്തുന്ന മറ്റൊരു നിർദ്ദേശം കൂടെയുണ്ട്. ഇങ്ങനെ വൃഥാവിലായ വർത്തമാനങ്ങൾ പറയുന്ന, മോശപ്പെട്ട വർത്തമാനങ്ങൾ പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ കൂടെ നിങ്ങൾ ഇരിക്കരുത് എന്ന് ഖുർആൻ നമ്മളെ നിർദ്ദേശിക്കുന്നുണ്ട്. അതെന്താ? അത്തരം ആളുകളുടെ കൂടെ നിങ്ങൾ ഇരിക്കുന്നത് തന്നെയും നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും. വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാത്തിന, ഞങ്ങളുടെ ആയത്തുകളുടെ വിഷയത്തിൽ ഇറങ്ങി അതിൽ ഒരു നിലക്കും അള്ളാഹുവിൻ്റെ സ്മരണകളെ കുറിച്ച് ചിന്തിക്കാത്ത വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയുടെയും ഒക്കെ പരിസരത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വിഭാഗം അവിടെ ഇരിക്കുന്നത് കണ്ടാൽ അവരുടെ കൂടെ നിങ്ങൾ ചേരരുത്. അങ്ങനെ ഒരു വിഭാഗത്തെ കണ്ടാൽ ഫഅരിദ് അൻഹും, അവരിൽ നിന്ന് ഇന്ത്യ പിരിഞ്ഞിരിഞ്ഞു പോരണമെന്നാണ് ഖുർആൻ പറയുന്നത്. ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരി. അപ്പോൾ എന്ത് പറയുന്നു, ഒരു സംഘം എന്ത് സംസാരിക്കുന്നു, അവരുടെ കാഴ്ചപ്പാട് എന്താണ്, അവരുടെ ഇടയിലെ ചർച്ച എന്താണ്, ആ ചർച്ചയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, നമ്മുടെ ഇടതുഭാഗത്തെ മലക്കൾ രേഖപ്പെടുത്തുന്നതല്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്നതാണെങ്കിൽ മാത്രം അവിടെ നമ്മൾ ചേരുക. അല്ലാത്തിടത്ത് നിന്ന് നമ്മുടെ പരലോകത്തെ ആലോചിച്ചുകൊണ്ട് നോ പറഞ്ഞു പോരാൻ സുഹൃത്തുക്കളെ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ വൃത്തിയുള്ളവരാണെന്ന് പറഞ്ഞാലും, നമ്മളെത്ര ക്ലീൻ ആണെന്ന് പറഞ്ഞാലും നമ്മുടെ സൗഹൃദ വലയം നമ്മളെ സ്വാധീനിക്കും. ആ സ്വാധീനത്തിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുക അത് ഖബറിലായിരിക്കും, അത് പാരത്രിക ലോകത്തായിരിക്കും. അവിടെ നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ കഴിയില്ല. അവിടെ നമുക്ക് ആരെയും ആക്ഷേപിക്കാൻ കഴിയില്ല. അവനും ഇവനുമൊക്കെ ചേർന്ന്, അല്ലെങ്കിൽ ഇവളും അവളും ഒക്കെ ചേർന്നാണ് എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന പരിതാപ വർത്തമാനങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. ഇവിടെ നിന്ന്
ആരുടെ കൂടെ കൂട്ടുകൂടണം, ആരോട് സംസാരിക്കണം, ആരുടെ കൂടെ യാത്ര ചെയ്യണം എന്നതിന് കൃത്യമായ മാനദണ്ഡം ഉണ്ടാകണം. ആ മാനദണ്ഡം ദുന്യവിയായ നേട്ടങ്ങളല്ല. ചിലപ്പോൾ വളരെ പാവപ്പെട്ടവരാകാം, ചിലപ്പോൾ ആളുകൾക്കിടയിൽ വിലയില്ലാത്തവരാകാം, ചിലപ്പോൾ അവരുടെ കൂടെ നടക്കുന്നു എന്നതുകൊണ്ട് ദുന്യവിയായ ഒരു നേട്ടവും കിട്ടിയിട്ടില്ല എന്ന് വരാം. പക്ഷെ ഒന്നോർക്കണം, ആളുകളുടെ കൂടെ കൂടിയാൽ നമ്മുടെ മരണം മുതൽ ആരംഭിക്കുന്ന നമ്മുടെ ജീവിതത്തിന് ആ സൗഹൃദം ഉപകരിക്കുമോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥന കിട്ടാൻ അവിടെ വകുപ്പുണ്ടോ? നമ്മൾ മരിച്ചാൽ മയ്യത്തുസ്കരിക്കാൻ വരുന്ന ആ സൗഹൃദത്തിൽ അവൻ മയ്യത്തുസ്കരിക്കുന്നതുകൊണ്ട് എനിക്കെന്തെങ്കിലും ഗുണം കിട്ടാനുണ്ടോ? അല്ല, നമ്മളെ മരണത്തിന് ശേഷം നമ്മൾ കബറിൽ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ സൗഹൃദം ഉപകാരപ്പെടുമോ? അങ്ങനെയൊക്കെയുള്ള ഒരു ഓറിയൻറ്റേഷൻ, പ്രാർത്ഥിക്കണം, ആലോചിക്കണം, പള്ളിയിൽ പോകണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വിഭാഗമാണോ എന്നൊക്കെ നോക്കി സൗഹൃദത്തെ തിരഞ്ഞെടുക്കുക. പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട അവസരങ്ങളിൽ തന്നെ വലിയ വിവാഹം പോലെ നമ്മുടെ ജീവിതത്തിന് വലിയ ഒരു ടേണിംഗ് പോയിന്റുകൾ വരുമ്പോൾ ആളുകൾക്ക് ബർക്കത്ത് നഷ്ടപ്പെടാൻ പറ്റുന്ന ഒട്ടനവധി വിഭവങ്ങളെ അതിലേക്ക് കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്ന് അവൻ്റെ ശിഷ്ടകാല ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടാൻ വേണ്ട ചേരുവകൾ അതിലേക്ക് എത്തിക്കുന്നത് അവൻ്റെ സൗഹൃദമായിരിക്കും. അത് വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിൽ, അതുപോലെ തന്നെ ആ ചടങ്ങ് ക്രമീകരിക്കുന്നതിലൊക്കെയും അള്ളാഹുവിൻ്റെ ബർക്കത്തിനേക്കാൾ വലുത് മേടിയും പുറമോടിയും ഇൻസ്റ്റയും റീൽസും ഒക്കെയാണ് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗത്തിന് കൂടെ കൂടുന്നവർ, അവർക്ക് സമയനഷ്ടം, അവരുടെ സമ്പത്ത് നഷ്ടം, അതിനേക്കാൾ അപ്പുറത്ത് അവരുടെ പരലോകവും നഷ്ടം. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ കൂടുതൽ ജാഗ്രതയോടുകൂടെയാണ് നമ്മൾ ആരുടെ കൂടെ കൂടണം എന്നതിനെക്കുറിച്ച് തിരഞ്ഞെടുക്കേണ്ടത് എന്ന അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ നിർദ്ദേശത്തെ നമ്മൾ സ്വീകരിക്കുക. ആ സൗഹൃദം കൊണ്ട് പരലോകം നഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ നമ്മൾ പെടാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഒരു സംഘത്തിൻ്റെ കൂടെ ജീവിക്കാൻ, അത് ആസ്വദിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ യാ അയ്യുഹന്നാസ് ഊസിക്കും വഇയ്യായ സനിയം ബിതഖ്വല്ലാഹ്. ബന്ധത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഏറ്റവും നല്ല മാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആ ബന്ധങ്ങൾക്കിടയിൽ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ള ഒരു മനോഭാവം പരസ്പരം ഉണ്ടായിരിക്കണം എന്നതാണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു സുഹൃത്ത് ദുന്യവിയായൊരു നഷ്ടം ഉറപ്പായും സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ളൊരു കാര്യത്തിലേക്ക് നമ്മളൊരു പ്രധാനപ്പെട്ട സുഹൃത്ത് ചെല്ലുന്നു എന്നറിഞ്ഞാൽ എത്ര ജാഗ്രതയോടുകൂടെയായിരിക്കും അവരെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുക. ഒരു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ആ ഹോസ്പിറ്റലിൽ അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ അത് അയാളത്ര സ്പെഷ്യലൈസ്ഡ് അല്ല, അയാളുടെ കൂടെ പോയാൽ അവൻ്റെ ആരോഗ്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കിയാൽ, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമ്മളതിൽ ഇടപെടണ്ട എന്ന് കരുതി മാറി നിൽക്കാറില്ല. തിരിച്ചു നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ ഇങ്ങോട്ടും കറക്റ്റ് ചെയ്യണം എന്നതാണ്. അതേ വിഷയം ഒരു വിശ്വാസിയുടെ അവൻ്റെ സൗഹൃദത്തിന് അവൻ കൊടുക്കുന്ന വിലയുടെ അല്ലെങ്കിൽ ചേരണോ എന്നുള്ള അവൻ്റെ മാനദണ്ഡത്തിന് ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റാണ് അവർക്ക് പരസ്പരം സ്പേസ് ഉണ്ടാകണം. എന്തിന്? നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ഉണ്ടാകണം. അതിന് നേർ വിപരീതമായ മുനാഫിക്കുകളുടെ സൗഹൃദത്തിന്റെ പ്രത്യേകതയായി ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം അൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു ബഅ്ദുഹും മിൻ ബഅദ്. മുനാഫിക്കുകളായ ആളുകൾ അവരുടെ പരസ്പരമുള്ള ഇടപെടൽ എങ്ങനെയാണ്? യഅ്മുറൂന ബിൽ മുൻകർ വയൻഹൗന അനിൽ മഅറൂഫ്. അവർ തിന്മ കൊണ്ട് കൽപ്പിക്കും, നന്മ വിരോധിക്കുകയും ചെയ്യും. സ്കരിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ അതിഞ്ഞു സമയമൊക്കെ കുറേ ഉണ്ടല്ലോ, ഇപ്പം തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, അതിപ്പോൾ പള്ളിയിൽ പോകണമെന്ന് നിർബന്ധം തന്നെ ഇല്ലല്ലോ, അത് പണം അവിടെ കൊടുക്കണമെന്നില്ലല്ലോ, നമുക്ക് പിന്നെ ആക്കാലോ, അല്ലെങ്കിൽ അതൊക്കെ നമ്മളെപ്പോലുള്ള ആളുകൾ ചെയ്യണതൊന്നുമല്ല, അത് പള്ളി ടീം ചെയ്യണതാണ്, അല്ലെങ്കിൽ അത് മുത്തക്കി ടീം ചെയ്യണതാണ്. അങ്ങനെയൊക്കെ ഡീഗ്രേഡ് ചെയ്ത് നന്മകളിലേക്ക് പോകുന്നവരെ തടഞ്ഞു നിർത്തുക. അതോടൊപ്പം തിന്മയിലേക്ക് ക്ഷണിക്കുക, വൃത്തികേടുകൾ കാണാൻ, അത് പരസ്പരം ഷെയർ ചെയ്യാൻ, വ്യഭിചാരം, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം ആസ്വദിക്കാൻ ഒന്നിച്ച് ആഘോഷപൂർവ്വം പോവുക, അല്ലേ? അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലാതിരിക്കുന്ന ഒക്കെ സ്ത്രീകളെക്കുറിച്ച് വളരെ മോശപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഒക്കെ പരസ്പരം എന്താക്കുക? കൽപ്പിക്കുക. അപ്പം മുനാഫിക്കുകളുടെ സ്വഭാവമാണ് അവർ പരസ്പരം യഅ്മുറൂന ബിൽ മുൻകർ, തിന്മ കൊണ്ട് പരസ്പരം കൽപ്പിക്കും, അതുപോലെ വയൻഹൗന അനിൽ മഅറൂഫ്, നന്മയെ പരസ്പരം വിരോധിക്കും. എന്നാൽ വിശ്വാസികൾ അവരുടെ സൗഹൃദത്തിന്റെ ഗുണം എന്തായിരിക്കും? സാമ്പത്തികമായ ഇടപാട് നല്ലതല്ല, അത് പലിശയാണ്, അല്ലെങ്കിൽ അത് ഹറാമാണ്, അത് നമുക്ക് പറ്റിയതല്ല, അത് ഒഴിവാക്കി നിർത്തിയാലും അള്ളാഹുവിൻ്റെ തൗഫീഖും ബർക്കത്തൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിർദ്ദേശിക്കാൻ, ഗുണദോഷിക്കാൻ പറ്റുന്നവരുണ്ടാകണം. പരസ്പരം നമ്മൾ അങ്ങോട്ടും അങ്ങനെ തന്നെയാകണം. അത് നന്മതിന്മകളുടെ വിഷയത്തിൽ മാത്രമല്ല, ആദർശത്തിൻ്റെ വിഷയത്തിലും വളരെ വലിയ കാര്യമാണ്.
അല്ലെ, മക്ബറകളിൽ പോയി അള്ളാഹു അല്ലാത്തവരോട് ആരാധനാകർമ്മങ്ങൾ അർപ്പിക്കുന്ന ഒരു ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാൽ ഏതെങ്കിലുമൊക്കെ ഹാജമാരുടെ വലിയമാരുടെ അരികിൽ ചെന്ന് അവൻ്റെ തൗഹീദിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളോട് നമുക്ക് ബാധ്യതയുണ്ട്. ഇത് കാലാകാലം നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടാൻ പറ്റുന്ന കാര്യത്തിലേക്കാണ് പോകുന്നത് എന്ന് ഗുണദോഷിക്കാൻ പറ്റണം. അതോടൊപ്പം തന്നെ ബിദഅത്തുകളെയും ഖുറാഫാത്തുകളുടെയും വിഷയത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടാൽ സുഹുക്ക ദൂരെ പോ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ആട്ടിവിടുന്നവരാണ് ബിദഅത്തുകൾ ചെയ്യുന്നവർ. ആ ബിദഅത്തുകൾ ചെയ്യുന്നവർ നമ്മുടെ സൗഹൃദ വലയത്തിൽ ഉണ്ടെങ്കിൽ അവരോട് ഗുണദോഷിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനത്തെ ഗുണദോഷങ്ങളൊന്നുമില്ലെങ്കിൽ ആ സൗഹൃദ വലയത്തിന് ഒരു നിലക്കുമുള്ള എന്താ പറയുക ഒരു പാരത്രികമായ ഗുണം കിട്ടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചൂസ് ചെയ്യുമ്പോൾ എത്ര മനോഹരമായാണ് ആദർശത്തിൻ്റെ സൗഹൃദത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഒന്ന് പറഞ്ഞു, റജുലാനി 7 വിഭാഗക്കാർക്ക് പരലോകത്ത് തണൽ ലഭിക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലാനി തഹാബ്ബാ ഫില്ലാ ഇജ്തമാ അലൈഹി വതഫറഖാ അലൈഹി. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പരസ്പരം സ്നേഹിച്ച സഹോദരങ്ങൾ അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഈ ദുനിയാവിൽ നിന്ന് അവർ വേർപിരിഞ്ഞു പോകുന്നത് വരെ അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ അവർ സ്നേഹിച്ചവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ വേറെ സന്ദർഭങ്ങളിൽ പറയണ്ടായി ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കുന്നവരാരാണ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ സ്നേഹിച്ചിട്ടില്ല, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ കോപിച്ചിട്ടുമില്ല. അങ്ങനെ മാ യുഹിബ്ബു ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല ഇല്ലാലില്ല അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ. നോക്കൂ സഹോദരങ്ങൾ, നമ്മുടെയൊക്കെ കോണ്ടാക്റ്റിൽ എത്ര ആളുകളുണ്ട്. എന്നും നമ്മൾ കാണുന്നവർ, എന്നും ബന്ധപ്പെടുന്നവർ, എന്നും സംസാരിക്കുന്നവർ, നമ്മൾ കുറച്ച് ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ ദിവസങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഇങ്ങനെ ആഗ്രഹിക്കുന്ന നമ്മുടെ സൗഹൃദ വലയത്തിൽ എണ്ണി പറഞ്ഞാൽ അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന എത്ര കൂട്ടർ നമുക്കുണ്ടാവും. ഇന്നയാളെ ഞാൻ സ്നേഹിക്കുന്നത് അല്ല, അയാളായിട്ടുള്ള എൻ്റെ സൗഹൃദം അത് ജോലി സ്ഥലത്തൂടെ ഉണ്ടായി വന്ന ജോലി സ്ഥലം വിട്ടാൽ അങ്ങനെ തന്നെ പോകുന്നതാണ്. അത് ആ സ്ഥലത്ത് ഞാൻ പോയി താമസിച്ചപ്പോൾ ഉണ്ടായതാണ്, താമസം മാറിയാൽ അവസാനിക്കുന്നതാണ്. അത് ഞാൻ ഇന്ന സ്ഥലത്ത് പഠിക്കാൻ പോയപ്പോൾ ഉണ്ടായതാണ്, പഠനം കഴിഞ്ഞാൽ അവസാനിക്കുന്നതാണ്. ഈ മാനദണ്ഡങ്ങൾക്കൊക്കെ അപ്പുറത്ത് അയാൾ ഞാൻ സ്നേഹിക്കുന്നത് എന്താ? അള്ളാന്റെ മാർഗത്തിൽ. കാരണം എനിക്ക് ദീൻ്റെ മാർഗത്തിൽ കുറെ അങ്ങോട്ട് കൊടുക്കാനുണ്ട്, അള്ളാന്റെ മാർഗത്തിൽ കുറെ എനിക്ക് ഇങ്ങോട്ടും കിട്ടാനുണ്ട്. അത് ജീവിതത്തിലുണ്ട്, മരണത്തിന് ശേഷവും കിട്ടാനുണ്ട്. അങ്ങനെ എണ്ണി പറയാൻ പറ്റുന്ന എത്ര ആളുകൾ നമുക്കൊക്കെയുള്ള 10,000 ആയിരക്കണക്കിന് ബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ എത്ര എണ്ണം അങ്ങനെ ഉണ്ടാകും? ലാ യുഹിബ്ബുഹു ഇല്ലാലില്ല, അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ സ്നേഹിക്കുന്നില്ല. കോപിക്കുമ്പോഴും അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ കോപിക്കാൻ പാടില്ല എന്ന് പറയുന്ന ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ അതൊരു ജാള്യതയാണ്. പൊതുവെ അത്തരം ഒരു സൗഹൃദം സൃഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ജാള്യതയാണ്. അതാകുമ്പോൾ മോശം, അതെന്തോ ഒരു പുരോഗമനമല്ല, അല്ലെങ്കിൽ അതെന്തോ ഒരു സ്റ്റാറ്റസിന് കുറവാണ് എന്നൊക്കെ വിചാരിക്കുന്നവർ അല്ലെ. പരലോകത്ത് ശാശ്വതമായ ജീവിതത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളോട് ഉപദേശിക്കുന്ന അല്ലെങ്കിൽ ഗുണദോഷിക്കാനുള്ള കാര്യം അതേ നമുക്ക് ഉപകരിക്കൂ എന്ന് തിരിച്ചറിവുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഒരു മിമ്പറിൽ ഒരു പ്രത്യേകം ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാകും. ലൈസു ബി അംബിയ വലാ ശുഹദ വലാ സിദ്ദീഖീൻ. അവർ അംബിയാക്കളല്ല, അവർ ശുഹദാക്കളല്ല, അവർ സിദ്ദീഖുകളല്ല. എന്ന് പറഞ്ഞാൽ ഈ നിഅമത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അംബിയാക്കൾ ഉണ്ടാകില്ല എന്നല്ല. അത് കിട്ടാനുണ്ടായ കാര്യം അവർ നബി ആയതുകൊണ്ടോ ശുഹദാക്കളായതുകൊണ്ടോ ഒന്നുമല്ല. അവർ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട മിമ്പറിൽ അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ കണ്ട് അമ്പിയാക്കൾക്ക് അസൂയ തോന്നുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അമ്പിയാക്കൾക്ക് അസൂയ തോന്നുമാറ് ഒരു പ്രത്യേകം തയ്യാറാക്കപ്പെട്ട മിമ്പറിൽ ജ്വലിച്ചു നിൽക്കുന്ന അനുഗ്രഹങ്ങൾ നേടുന്നവർ പരലോകത്തുണ്ടാകും. അവരാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, അവർ പരസ്പരം ദുനിയാവിൽ അവരുടെ സ്നേഹത്തിന് മറ്റൊരു നിലക്കുള്ള മാനങ്ങളുമില്ല. 5 രൂപയുടെ ഭൗതിക ഇടപാടുകൾ നടത്തിയതിൻ്റെ പേരുള്ള സൗഹൃദമല്ല, രക്തബന്ധമല്ല അവരടുപ്പിച്ച് നിർത്തിയത്, മറ്റേതെങ്കിലും നിലക്ക് ഭൗതികമായ ഇടപെടലുകളല്ല അവരെ ഒന്നിച്ചു നിർത്തിയത്. അവർ അള്ളാന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ്. അവരുടെ നാടുകളും അവരുടെ വേഷവും അവരുടെ സംസ്കാരമൊക്കെ വ്യത്യസ്തമായിരുന്നു. പക്ഷേ ദീനിന്റെ മാർഗത്തിൽ അവർ പരസ്പരം സ്നേഹിച്ചു. ആ വിഷയത്തിൽ അവർ ഗുണദോഷിച്ചു, നന്മ കൽപ്പിച്ചു, പരസ്പരം തിന്മ വിരോധിച്ചു. സ്വർഗത്തിലേക്കുള്ള മാർഗത്തിൽ പരസ്പരം അവർ സഹായിച്ചു. അവർ തആവുന് നടത്തി, പരസ്പര സഹകരണം നടത്തി. അത്തരം വിഭാഗം ആളുകൾക്ക് സ്വർഗത്തിൽ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഒരു മിമ്പറിൽ ജ്വലിച്ചു നിൽക്കുന്ന അമ്പിയാക്കൾ പോലും അസൂയയോട് കാണുന്ന ഒരു അനുഗ്രഹം ഉണ്ടാകുമെന്ന്. അങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്താൻ ഇപ്പോൾ നമുക്കുള്ള ബന്ധങ്ങളെ ഫിൽട്ടർ ചെയ്തെടുത്താൽ എത്ര എണ്ണം ഉണ്ടാകും എന്ന് നമ്മൾ പരിശോധിക്കുക. അതിലൊരു ഗിൽറ്റി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു അപകർഷതാബോധം ഇല്ലാതെ അത്തരം സൗഹൃദങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാൻ കൂടെ നമുക്ക് സാധിക്കണം. അന്യായമായ ഹറാമായ ഒന്നിലേക്കും നയിക്കുന്ന സൗഹൃദം നമുക്കില്ല എന്ന് ഉറപ്പുവരുത്താനും നമുക്ക് പറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ അള്ളാഹു അതിൻ്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ
അവരുടെ പ്രയാസങ്ങളിൽ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കുമൊക്കെ പ്രയാസത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ വേളയിൽ ഈമാനോടെ സ്വബറോടെ പരീക്ഷണത്തെ നേരിടാനുള്ള തൗഫീഖിനെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.